ഗൈസ് ദാ ഈ ഗംഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നറുനീന്തി കടയില്ലേ, ഇതാ ഞാൻ കാണിച്ചുതരാം. ഈ ചേട്ടന്റെ നറുനീന്തി കട ദൈവത്താലോചിച്ച് അവിടെ ആരും കയറരുത്. ഈ 25 രൂപയ്ക്കുള്ള MG റോഡിലുള്ള ഗംഗൻസിൽ ആരും കയറരുത് കേട്ടോ. 25 രൂപയ്ക്കുള്ള നറുനീന്തിയാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ. നമ്മളെടുത്ത് അവിടുന്ന് വാങ്ങി കാർ നിർത്തിയിട്ടാണ്ടോ വാങ്ങിയത്. അപ്പൊ ഞാൻ ആ ചേക്കനെ വിളിച്ചു. ഇതെന്താ, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മീൻസ് എന്റെ കാലിന്റെ ഒരു അവസ്ഥ ഇതായോണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്ത് ഇത്ര കുറവെന്ന് പറഞ്ഞു. ഒഴിച്ചപ്പോ നിറച്ചിണ്ടായിരുന്നല്ലോ ഒന്ന്. എന്താ പത പോയപ്പോ ഇത് താഴ്ന്ന് അത്രയായി. അതെ, എനിക്ക് മനസ്സിലാവില്ല. ഈ പതയാണെങ്കിൽ മൊത്തം നിങ്ങൾ ആരും ആ കടയിൽ നിന്ന് വാങ്ങരുത് കേട്ടോ. ഭയങ്കര ഉടായ്പാണ് കേട്ടോ. ഭയങ്കര ഉടായ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉടായ്പ്. ചെറിയ ക്ലാസ്സിന് 25 രൂപ. അതല്ല ഏറ്റവും വലിയ പ്രശ്നം. അത് അവരോട് ചോദിച്ച സമയത്ത് അവന്റെ ആറ്റിറ്റ്യൂഡാണ്. ഇത് ഇങ്ങോട്ട് ഇറങ്ങി വാന്നൊക്കെയാ പറയുന്നത്. നീ ഇങ്ങോട്ട് വാടി നോക്കാ ചെക്കൻ. വയ്യാത്ത കാലം കൊണ്ട് ഞാൻ എങ്ങനെ ഇറങ്ങാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആ കടയിലേക്ക് ആരും പോരുത് ഇങ്ങോട്ട്. അവരെ അങ്ങനെ വളരണ്ടെന്ന് പറയാം. മര്യാദ കാണിക്കണ്ടേ. നിറയെ സ്റ്റാഫുകൾ ഉണ്ട് അവിടെ. നല്ല തിരക്കുണ്ടെന്ന്. ഇത് കംപ്ലൈന്റ് പറഞ്ഞിട്ട് പോലും ഒരു വിഷയമില്ലാത്ത പോലെയാണ്. അതെ, ആൾക്കാർ വാങ്ങി കുടിക്കുന്നുണ്ടോ. ഇനി വാങ്ങരുത് നിങ്ങൾ ആരും. സത്യം പറയില്ല, ഇത്രയും ക്വാണ്ടിറ്റി കുറവില്ലേ. ഒന്ന് ആ പത പോകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്താലുണ്ടല്ലോ. ഇത് ഒന്നുമില്ല, ഇതായി പോയിക്കൊണ്ടിരിക്കേണ്ട പത നോക്ക്. ഇതൊന്നുമില്ലേ, കണ്ടോ. നിങ്ങൾ ആരും പറ്റിക്കപ്പെടരുത്. നമ്മുടെ പോലുള്ള ആൾക്കാരാണ് പ്രതികരിക്കേണ്ടത്. നമ്മള് ജസ്റ്റ് ഒരു സിപ്പ് കുടിച്ചു. അപ്പൊ വിചാരിക്കും നമ്മൾ കുടിച്ചു തീർത്താന്ന്. പക്ഷെ ഒന്നുമില്ലല്ലേ. ഉടായ്പ, പക്ക ഉടായ്പ. എന്റെ ഗംഗൻസിലെ ചേട്ടാ കൊള്ളാം. ഇങ്ങനെ ഉടായ്പ കേട്ടോ. ഒന്നല്ലെങ്കിൽ സ്റ്റാഫുകള് നല്ല സ്റ്റാഫുകളെ വെക്കുക. അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ പറഞ്ഞാലും മതി. അതെ, പതയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവന്റെ ആറ്റിറ്റ്യൂഡാണ്. ഓ, അത് ഞാൻ വീഡിയോയിൽ ഉണ്ടാവാൻ അവൻ ഉണ്ടോന്ന് എനിക്കറിയില്ല.